ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ന്യൂസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ന്യൂസ് മഹാരാഷ്ട്ര മീറ്റ് എൻഡ്സ് വിത്തൌട്ട് ഡിസിഷൻ ഓൺ CM. ചീഫ് മിനിസ്റ്റർ ആരും ഇതുവരെയ്ക്കും ഡിസിഷൻ എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെ ആക്ച്വലി ഹി ഗേവ് അപ്പ് ഹിസ് ക്ലെയിംസ് ഓൺ ചീഫ് മിനിസ്റ്റർഷിപ്പ് ഓഫ് മഹാരാഷ്ട്ര. അപ്പം ഞാൻ കരുതി ദേവേന്ദ്ര ഫട്നാവിസ് വിൽ ബിക്കം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. ഇമ്മീഡിയറ്റ്ലി ദ ടോപ്പ് ലീഡർഷിപ്പ് ഓഫ് BJP വിൽ അനൗൺസ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ അവിടെ കുറെ കമ്പൽഷൻസ് ഉണ്ട്. ആക്ച്വലി ദേവേന്ദ്ര ഫട്നാവിസ് ഈസ് എ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി അവിടെ മഹാരാഷ്ട്രയിൽ അത്ര സ്ട്രോങ് ഒന്നുമല്ല. മഹാരാഷ്ട്രയിലെ സ്ട്രോങ്ങസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് മറാത്ത കമ്മ്യൂണിറ്റി. സോ സം അതർ ലീഡേഴ്സ് ആർ ദെയർ ഇൻ BJP who belongs to മറാത്ത കമ്മ്യൂണിറ്റി. അപ്പൊ അല്ലെങ്കിൽ OBCs മറ്റു OBC കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ അവരൊക്കെയാണ് BJPക്ക് കൂടുതൽ വോട്ട് ചെയ്തേക്കുന്നത്. സോ ദേ വോണ്ട് ടു balance all these considerations and somehow they will spring a surprise by promoting a new leader. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂ ലീഡറിനെ ചിലപ്പോൾ മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവന്നാലോ ആയി. അതുകൊണ്ടാണ് ഈ ഡിലേ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്യാറുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെ ചീഫ് മിനിസ്റ്ററായിട്ട് അനൗൺസ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സർപ്രൈസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരും പ്രതീക്ഷിക്കാതെ ദേവേന്ദ്ര ഫട്നാവിസിന് പകരം ഒരു OBC ലീഡർ അല്ലെങ്കിൽ ഒരു മറാത്ത ലീഡർ അവിടെ ചീഫ് മിനിസ്റ്ററായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് മഹാരാഷ്ട്രയിൽ. എന്തായാലും ഏകനാഥ് ഷിൻഡെ ആവില്ല ഇപ്പോഴത്തെ ഇൻകുംബന്റ് ചീഫ് മിനിസ്റ്റർ. ഏകനാഥ് ഷിൻഡെ ഈസ് നോട്ട് ഗോയിങ് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ചീഫ് മിനിസ്റ്റർ വിൽ ബി ഫ്രം ദ ലാർജസ്റ്റ് പാർട്ടി BJP. അപ്പൊ അത് ഉറപ്പാണ്. പിന്നെ അവിടെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആതിഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീം ഡൽഹിയിൽ നടപ്പാക്കാൻ അവർ റെഡിയാണ്. ആയുഷ്മാൻ ഭാരത് സ്കീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോജക്ട്. വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോജക്ട്. അപ്പൊ അതിൽ ഇപ്പോ ലേറ്റസ്റ്റ് നമുക്കറിയാം BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് in a year 5 lakhs health insurance will be provided. That is the scheme for only BPL families. But recently government of India modified that scheme for people having more than 70 years of age. This is that is provided as a universal scheme. അതായത് 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് അതൊരു യൂണിവേഴ്സൽ സ്കീമായിട്ട് മാറ്റി എല്ലാവർക്കും വിത്തൗട്ട് കൺസിഡറിങ് APL or BPL they will be entitled to get the benefit of Ayushman Bharat scheme if you are above 70 years of old. അപ്പൊ 70 വയസ്സിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു യൂണിവേഴ്സൽ കവറേജും, if you are below 70 years of age you should be a BPL family member. Then only you will be entitled to get the benefits of Ayushman Bharat scheme, which is the largest government sponsored health insurance program in the world. പക്ഷെ അത് ഡൽഹിയിലും വെസ്റ്റ് ബംഗാളിലും മാത്രം നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് നരേന്ദ്രമോദി അതിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കണം ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ ആതിഷി പറഞ്ഞേക്കുന്നു ആയുഷ്മാൻ ഭാരത് സ്കീം നടപ്പാക്കാൻ ഡൽഹി ഗവൺമെന്റ് ഒരുക്കമാണെന്ന്. പിന്നെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ ഹേമന്ത് സോറൻ ബിഗിൻസ് ഫ്രഷ് ടൈം ആസ് CM ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ പുതിയ CM ആയിട്ട് ഹേമന്ത് സോറൻ അധികാരം ഏറ്റു എന്ന് ഒരു ന്യൂസ് കാണാം. ഹേമന്ത് സോറൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ ഇലക്ഷനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജാർഖണ്ഡിന്റെ ഗവർണർ സന്തോഷ് ഗാംഗ്വാർ ആണ്. സന്തോഷ് ഗാംഗ്വാർ he administered oath taking ceremony because as per the constitution of India, governor of the state is responsible for conducting the oath taking ceremony. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ പ്രസിഡന്റ്. അപ്പൊ സന്തോഷ് ഗാംഗ്വാർ ഈസ് ദ ഗവർണർ ഓഫ് ജാർഖണ്ഡ്. പിന്നെ ഇവിടെ വേറെ ന്യൂസ് ഉള്ളത് GRAP 4 curbs to continue in Delhi NCR till December 2. സുപ്രീം കോർട്ട് GRAP എന്ന് പറയുന്ന ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. വൺസ് ഡൽഹിയുടെ എയർ ക്വാളിറ്റി സിവിയർ കണ്ടീഷനിലേക്ക് പോകുമ്പോഴാണ് ഈ GRAP എന്ന് പറയുന്ന സംഭവം. അത് GRAP 4 സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത് വളരെ സിവിയർ ആകുമ്പോഴാണ്. അത് December 2 വരെ കണ്ടിന്യൂ ചെയ്യും ഡൽഹിയിൽ എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത്. GRAPയുടെ എക്സ്പാൻഷൻ എന്താണ്? ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. കേരളത്തിലൊന്നുമില്ല. അത്രയും മോശം ക്വാളിറ്റിയുള്ള എയറുള്ള ഡൽഹിയിലാണത്. ഇന്ത്യയുടെ വേറെ എവിടെ ഒന്നും പറയാനില്ല. ഡൽഹിയിലെ എയർ ക്വാളിറ്റിയൊക്കെ മാനേജ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഏജൻസിയുടെ പേരെന്നാണ് CAQM, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, CAQM. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ മജി ഗവൺമെന്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മജി ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് ഒഡീഷയുടെ ഗവൺമെന്റ് ആണ്. ഒഡീഷയുടെ മോഹൻ മജിയാണ് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ. ഈസ് എ ലീഡർ ഫ്രം BJP won Odisha election for the first time recently.
ഒഡീഷയിൽ ആദ്യമായിട്ടാണ് BJP ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. മോഹൻ മജി ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീഷ. ഒഡീഷയുടെ ക്യാപിറ്റൽ ഏതാണ്? ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹിയുടെ ഫോട്ടോ ഉണ്ട്. ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി VK സക്സേന, വിനയ് കുമാർ സക്സേന. VK സക്സേന ഈസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി. ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബംഗ്ലാദേശ് ഇഷ്യൂ അണ്ടർ സെന്റേഴ്സ് ജൂറിസ്ഡിക്ഷൻ, വി വോണ്ട് ഇന്റർഫിയർ, മമത. അത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ അതിനെ കുറിച്ച് അതിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബംഗ്ലാദേശ് ഈസ് വിറ്റ്നസിംഗ് എ ഹെവി കമ്മ്യൂണൽ പോളറൈസേഷൻ ആഫ്റ്റർ the ouster of Sheikh Hasina from the prime ministership of Bangladesh. Currently, an interim government is going on in Bangladesh, and its leader is Muhammad Yunus, the famous economist. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ആണ് ഈ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ഈ ഒരു ബംഗ്ലാദേശിൽ ഈ ഒരു പുതിയ ഇന്ററിം ഗവൺമെന്റ് വന്നതിന് ശേഷം a lot of incidents of communal violence, especially targeting minorities, are taking place in Bangladesh. Recently, ISKCON, International Society for Krishna Consciousness, that is ISKCON, its chief was arrested and he was put in jail. അത് ഇന്റർനാഷണൽ ക്രിറ്റിസിസം ഒരുപാട് അതിന്റെ പേരിൽ ബംഗ്ലാദേശ് ഫേസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രം ഇന്ത്യ. അപ്പൊ അതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിനൊപ്പമാണ് ബംഗാൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അൺഡിവൈഡഡ് ബംഗാൾ ആയിരുന്നല്ലോ ഒരിക്കൽ ബംഗ്ലാദേശ്. 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയപ്പോഴാണല്ലോ ഈ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സംഭവം ഈസ്റ്റ് പാകിസ്ഥാൻ ആയത്. അപ്പോ മമതാ ബാനർജിക്ക് അതിലൊരു സ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് അവരതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഹിയർ പ്ലീ ഓഫ് സംഭൽ മോസ്ക് കമ്മിറ്റി ടുഡേ. സംഭൽ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഉത്തർപ്രദേശിലെ ഒരു മോസ്ക് ആണ് ഇത്. മുഗൾ എറയിലെ ഈ മോസ്ക് പണിതത് ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് ഒരു കേസ് കോടതിയിൽ പോവുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭൽ മോസ്കിന്റെ സർവേ കോടതി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. ആഫ്റ്റർ ദാറ്റ് സം കമ്മ്യൂണൽ ടെൻഷൻ ഹാപ്പൻഡ് ആൻഡ് ഇൻ പോലീസ് ഫയറിംഗ് സം പീപ്പിൾ വെർ ഡൈഡ്. അതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണമൊക്കെ വരികയാണ്. സുപ്രീം കോടതി അവരുടെ പള്ളി കമ്മിറ്റിയുടെ വാദങ്ങളെ കേൾക്കാൻ പോയ സുപ്രീം കോർട്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിരിക്കുക. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, വർഷിപ്പ് ആക്ട് 1991. After the demolition of Babri Masjid, this act was introduced by Narasimha Rao government. I think Narasimha Rao government ആ സമയത്ത് ഇന്ത്യ ഭരിച്ചെന്ന് എന്റെ വിശ്വാസം ആണ്. അപ്പൊ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 കൊണ്ടുവന്നു. അതില് പറയുന്നതെന്ന് വെച്ചാല് 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഒരു വർഷിപ്പിംഗ് പ്ലേസിന്റെ റിലീജിയസ് സ്റ്റാറ്റസ് എന്തായിരുന്നോ ആ സ്റ്റാറ്റസ് ഇനിയും നിലനിർന്നു പോകണം എന്നാണ്. അതായത് 1947 ഒരു പള്ളി ആയിരുന്നെങ്കിൽ ഇനിയും പള്ളി ആയിരിക്കണം, ഒരു അമ്പലമായിരുന്നെങ്കിൽ ഇനിയും അമ്പലമായിരിക്കണം, ചർച്ച് ആയിരുന്നെങ്കിൽ ചർച്ചായി തുടർന്ന് പോകണം. കാരണം അങ്ങനെ ഒരു കാര്യം ഈ രാമജന്മഭൂമി ാണ് ബാബറി മസ്ജിദ് പണിഞ്ഞെന്നുള്ള പേരിലാണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ബാബറി മസ്ജിദ് പൊളിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ആ ഒരു ബാബറി മസ്ജിദിന്റെ കേസ് മാത്രം എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് all other religious worshipping places should maintain its religious character എന്നാണ് അവര് ആക്ട് എന്ന് പറയുന്ന 1947 എന്തായിരുന്നു റിലീജിയസ് ക്യാരക്ടർ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന്. പക്ഷെ ഇപ്പോ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ ഒരു റിലവൻസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. കാരണം ഈ റിലീജിയസ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ആ ആക്ടിൽ പറഞ്ഞോളൂ. അപ്പൊ ഈ 47 റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും. ഈ പള്ളികളിൽ പോലും ചെറിയ അമ്പലങ്ങളൊക്കെ ഉള്ള പള്ളികളുണ്ട്. പണ്ടത്തെ ഒരുപക്ഷെ മുഗൾ എറയിലൊക്കെ തകർക്കപ്പെട്ട അമ്പലങ്ങളുടെ മുകളിൽ പണിഞ്ഞ പള്ളികളിലൊക്കെ ആയിരിക്കും. ഈ ഗ്യാൻവാബി മോസ്കിലൊക്കെ അങ്ങനെ സംഭവിച്ചതാണ് ഇപ്പൊ പ്രശ്നമായത്. ഗ്യാൻവാബി മോസ്കിന്റെ അകത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വർഷിപ്പിംഗ് മുസ്ലിംസ് തന്നെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഹിന്ദുസ്. അപ്പോ അവിടെ ഈ ആരാധനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ റിലീജിയസ് ക്യാരക്ടർ പൂർണ്ണമായിട്ടും പള്ളി മാത്രമാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഈ ആക്ടിന്റെ അകത്തൊരു മിസ്റ്റേക്ക് കൂടെ വെച്ചാണ് ഇപ്പൊ ഈ കോടതികളിലെല്ലാം ഈ പല പ്ലേസ് ഓഫ് വർഷിപ്പുകളും ഇപ്പോൾ ഈ പള്ളികളല്ല അല്ലെങ്കിൽ അമ്പലങ്ങളാണെന്നൊക്കെ പറയാൻ കാരണം. അപ്പോൾ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഓക്കെ, അപ്പൊ ഈ ആക്ട് എന്ന് അറിഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ താഴോട്ട് ഒരു PCI, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് PCI, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ? ദർ ആർ വൺ ഈസ് ഏതാണ്ട് സിമിലർ അബ്രിവേഷൻ ഉള്ള രണ്ട് സംഭവങ്ങളുണ്ട്, PCI ആൻഡ് PTI. PCI ആൻഡ് PTI. PCI, PTI. ഇന്ററാക്റ്റീവ് മോഡിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. PCI, PTI. PCI means Press Council of India. PTI means Press Trust of India. PCI means Press Council of India. PTI means Press Trust of India. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രിന്റ് മീഡിയ റെഗുലേറ്റർ എന്ന് അറിയപ്പെടുന്ന പ്രിന്റ് മീഡിയ, അതായത് ഹിന്ദു ഉൾപ്പെടുന്ന പത്രങ്ങൾ പ്രിന്റ് മീഡിയ ആണ്. ആ പ്രിന്റ് മീഡിയയുടെ പല കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അതേസമയത്ത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ ഒരു ന്യൂസ് ഏജൻസിയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇസ് എ ന്യൂസ് ഏജൻസി, PTI. ഓക്കെ. പിന്നെ മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗിന്റെ ഒരു ഫോട്ടോ ഇവിടെ കാണാം. പിന്നെ പാമ്പൻ ബ്രിഡ്ജ് ഈ പാമ്പൻ പാലം നമുക്കറിയാം, രാമേശ്വരത്ത് ആണിത് വരുന്നത്. പാമ്പൻ ബ്രിഡ്ജ് രാമേശ്വരത്തിന്റെ മെയിൻ ലാൻഡ് ഓഫ് ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഈ പാമ്പൻ ബ്രിഡ്ജിന്റെ പുതിയൊരു പാമ്പൻ ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കിയത്. അതിൽ കുറച്ച് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. റെയിൽവേയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ റെയിൽവേന്റെ ഓഡിറ്റിംഗ് നടത്താൻ പോകണം. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. അതൊക്കെയാണ് അവിടുത്തെ ന്യൂസ്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത പേജ് പോകുമ്പോ ഇല്ല, അവിടെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ സ്പോട്ട്ലൈറ്റ് പേജ് വേണ്ട, സാറ്റർഡേയിൽ വരുന്നതാണ്. മെട്രോ പ്ലസ് പേജ് ഈസ് ഓൾസോ an extra page, Hindu publishing on Saturdays, that also we don't need. ഇനി എഡിറ്റോറിയൽ പേജ് പോകുമ്പോൾ ഇന്നത്തെ എഡിറ്റോറിയലൊക്കെ സിമ്പിൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഇഷ്യൂസിനെ കുറിച്ചാണ്. ടാർഗറ്റിംഗ് മൈനോറിറ്റീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ടാർഗറ്റിംഗ് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുസിനെ മാത്രം അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. 2 crores of minorities are there. Among them the largest community is Hindus. That's why Hindus issues or violence against Hindus are getting prominence. But at the same time, Sikhs are there, Buddhists are there, Christians are there. All these people are affected by this targeted violence, communal violence. പല ടെമ്പിൾസും അറ്റാക്ക് ചെയ്യപ്പെടുന്നു, പല ചർച്ചസും അറ്റാക്ക് ചെയ്യപ്പെടുന്നു. കമ്മ്യൂണൽ വയലൻസിൽ ഏതാണ്ട് 10ഓളം ആൾക്കാർ മരിച്ചെന്നാ പറയുന്നത് റീസെന്റ്. ഇപ്പൊ ചിന്മയി ദാസ് എന്ന് പറയുന്ന ഹിന്ദു മോങ്കിനെ അറസ്റ്റ് ചെയ്തതാണ് ഇപ്പൊ ഇവിടെ വലിയ വിഷയമായത്. കാര്യം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോ അതിന്റെ പേരിൽ അവിടെ വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഇസ്ലാം മെജോറിറ്റി കൺട്രിയാണ്. ഇസ്ലാം മെജോറിറ്റി കൺട്രി ആണെങ്കിലും അതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്കുലർ റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇസ്ലാം റിലീജിയൻ ആയിട്ട് പക്ഷെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പോലെ നോ ഒഫീഷ്യൽ റിലീജിയൻ സ്റ്റാറ്റസ് അല്ല അവിടെ, പക്ഷെ സെക്കുലർ എന്നൊക്കെ പറയുന്നെങ്കിലും. അപ്പോ എപ്പോഴൊക്കെ അവിടെ ഈ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അല്ലാത്തൊരു ഗവൺമെന്റ് വന്നിട്ടുണ്ടോ, അല്ലെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ അവരുടെ അച്ഛൻ ഉൾപ്പെടെ മുജീബുർ റഹ്മാൻ ആയിരുന്നു ബംഗ്ലാദേശിന്റെ ഫാദർ ഓഫ് ദ നേഷൻ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീനയുടെ ഫാദർ, ബംഗബന്ധു എന്നറിയപ്പെട്ട മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ കാലം തൊട്ടേ ബംഗ്ലാദേശിൽ സെക്യുലറിസം ആണ് എല്ലാ ആൾക്കാരെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ whenever they are out of power, whenever the opposition parties come to power, especially ബീഗം ഖാലിദ സിയയുടെ BNP എന്നൊക്കെ പറഞ്ഞ പാർട്ടിക്ക് അധികാരത്തിൽ വരുമ്പോൾ ടാർഗറ്റഡ് അറ്റാക്സ് അഗേൻസ്റ്റ് ഈ പറഞ്ഞ മൈനോറിറ്റീസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ബംഗ്ലാദേശ് ആക്ച്വലി വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. ബംഗ്ലാദേശ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു. ഞാൻ ആക്ച്വലി എഡിറ്റോറിയലുള്ള കാര്യങ്ങളല്ല ഇപ്പൊ പറയുന്നത്, അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ബംഗ്ലാദേശ് വാസ് എ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി. ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി മീൻസ് അൺഡെവലപ്ഡ് കൺട്രീസിനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനേക്കാണ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ ഇൻഫീരിയർ ഈവൻ ടു ഡെവലപ്പിംഗ് കൺട്രീസ് in terms of human development indices and all other development parameters. നമ്മളെ ആഫ്രിക്കയിലൊക്കെ മിക്ക നേഷൻസും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. Bangladesh was also a least developed country, but under the prime ministership of Sheikh Hasina, they made big economic strides with the help of India, and they attained the status of developing country recently. ഈ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്ന് അവർ ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള സ്റ്റാറ്റസ് അറ്റൈൻ ചെയ്തു. ആൻഡ് they defeated India like big developing countries in some industrial development parameters like ഈ അപ്പാരൽ മാനുഫാക്ചറിംഗ് പോലുള്ള സംഭവങ്ങളിൽ they became global leaders. ഇന്ത്യക്ക് ആ ഡോമിനൻസ് നഷ്ടപ്പെട്ടു അപ്പാരൽ മാനുഫാക്ചറിംഗിലൊക്കെ ഉള്ള ടു ബംഗ്ലാദേശ്. In some economic parameters also,
In some human development indicators also, Bangladesh marched forward ahead of India under the prime ministership of Sheikh Hasina. അപ്പൊ ഈ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഉരുണ്ട് കയറുമെന്നുള്ളൊരു പരിപാടിയുണ്ട് ചില ആൾക്കാരൊക്കെ. അത് ബംഗ്ലാദേശിലേക്ക് സംഭവിച്ചതാ. അവരൊക്കെ യഥാർത്ഥത്തിൽ പ്രോഗ്രസീവ് ഗവൺമെന്റ് ആയിരുന്നു. അവര് ഡെവലപ്പിംഗ് നേഷനായി മാറി. ഇന്ത്യയെക്കാളും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ പലതിലും മുന്നോട്ട് പോയി. അപ്പാരൽ പോലുള്ള ഇൻഡസ്ട്രിയിൽ ഗ്ലോബൽ ലീഡറായി. വിയറ്റ്നാമും ഈ ബംഗ്ലാദേശും ഒക്കെ ആയിരുന്നു. ഇപ്പത്തെ കിറ്റക്സിന്റെ ഒക്കെ ഷെയർ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. ആ ഷെയർ ഒക്കെ ഇപ്പൊ 3-fold ആയി അതിന്റെ വാല്യൂ. കാര്യം എന്താ, ബംഗ്ലാദേശിന് കിട്ടിക്കൊണ്ടിരുന്ന അപ്പാരൽ മാനുഫാക്ചറിംഗിന്റെ ഓർഡേഴ്സ് എല്ലാം ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി പല കമ്പനീസും. ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് കിട്ടി എക്സ്ട്രാ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ അപ്പാരൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റോക്സും ഷെയർ മാർക്കറ്റിൽ ഷെയർസ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് കേരളത്തിലെ കിറ്റക്സ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. കാര്യം അവർക്ക് ഉൾപ്പെടെ ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. അപ്പൊ ബംഗ്ലാദേശിന് ദേ ആർ സ്റ്റെയറിംഗ് അറ്റ് എ ഹ്യൂജ് ലോസ്. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് വിവരമുള്ള എന്നിട്ടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും അതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ. പക്ഷെ ഇതില് ഇന്ത്യ വലിയ കൺസേൺ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ ഹാസ് നോ ബിഗ് ലിവറേജ് ഓൺ കറന്റ് ബംഗ്ലാദേശി ഗവൺമെന്റ്. അത് ഇന്ത്യയുടെ ഒരു മിസ്റ്റേക്കും കൂടിയാണ്. കാര്യം ഷെയ്ഖ് ഹസീനയുടെ മുകളിൽ ഇന്ത്യ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് അതുകൊണ്ട് ഇന്ത്യയുടെ കൂറും ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഷുഡ് നർച്ചർ ഒപ്പോസിഷൻ പാർട്ടീസ് ഓൾസോ ഇൻ എനി ഓഫ് ദ കൺട്രീസ്. ഏത് കൺട്രി ആണെങ്കിലും, ഇവ ഒരു നെയ്ബറിംഗ് ആണെങ്കിലും നെയ്ബറിംഗ് അല്ലാത്ത കൺട്രി ആണെങ്കിലും. ഇത് മാൽദീവ്സിൽ ഇന്ത്യക്ക് പറ്റിയതാണ്. പക്ഷെ നൗ ഇന്ത്യ ലേൺ ലെസൺ ഫ്രം ദോസ് failures, and now India is engaging in Myanmar with both with ruling military junta regime and also with other opposition groups. അത് ചെയ്യണമായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യക്ക് ബംഗ്ലാദേശിലെ ഒപ്പോസിഷൻ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു ലിവറേജ് അവിടുത്തെ ഗവൺമെന്റിന്റെ മുകളിൽ ഇല്ലാതായി പോയി. അപ്പൊ ഇന്ത്യ ഈ കൺസേൺസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് ലിസണിങ് ടു ഇന്ത്യ. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വൺസ് ട്രംപ് കംസ് ടു പവർ ഇൻ USA in on January 20, 2025, sometimes the picture will change, because he directly attacked the Bangladeshi government. He's a non-critic of Muhammad Yunus. He doesn't like Muhammad Yunus, the interim chief of Bangladesh. അദ്ദേഹം അതിന് വേറെ കാരണങ്ങളുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ഓപ്പൺ ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഒരു വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള സെൻഷർ ബംഗ്ലാദേശി ഗവൺമെന്റിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അതൊന്നും ഞാൻ ഇതിലില്ല, എഡിറ്റോറിയലില്ല. ഞാനിതൊക്കെ അല്ലാതെ വായിച്ച കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ എഡിറ്റോറിയൽ അഗെയിൻ ഒരു ഈസി എഡിറ്റോറിയലാണ്. ഫസ്റ്റ് മൂവ്സ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് സിംഗപ്പൂരിലെ സെന്റോസയിൽ നടക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് ഹിസ്റ്റോറിക് ആയിട്ടുള്ള വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച്. സിംഗപ്പൂരിലെ സെന്റോസ എന്ന് പറഞ്ഞ മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. അവിടെ വച്ച് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനയുടെ ഡിംഗ്ലറനും തമ്മിൽ. വളരെ ഹിസ്റ്റോറിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഇഫ് ഡി ഗുഗേഷ് വിൻ ദിസ് ചാമ്പ്യൻഷിപ്പ്, ഹി വിൽ ബിക്കം ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ടു വിൻ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചെസ്. 22 എന്ന് പറഞ്ഞ പ്രായത്തിൽ വിൻ ചെയ്ത ഗാരി കാസ്പറോവ് എന്ന് പറഞ്ഞ റഷ്യക്കാരനാണ് ഇപ്പം നിലവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള്. പക്ഷേ 18 ഉള്ളൂ ഗുഗേഷിന്. അപ്പം അതൊരു ഹിസ്റ്ററി. രണ്ടാമത്തെ ഹിസ്റ്ററി, പ്രീവിയസ്ലി യൂറോപ്യൻ കൺട്രീസ്, എസ്പെഷ്യലി ഈ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കൺട്രീസ് ഒക്കെ ആയിരുന്നു ചെസ്സിലെ സൂപ്പർ പവേഴ്സ്. ആൻഡ് ഓൾസോ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പ്രൊഡ്യൂസ്ഡ് വൺ ഓഫ് ദ എന്താ പറയുക ഗ്രേറ്റസ്റ്റ് ചെസ് പ്ലേയേഴ്സ് ലൈക്ക് ബോബി ഫിഷർ. ബോബി ഫിഷറാണ് ആർഗ്യുബിളി ദ ഗ്രേറ്റസ്റ്റ് എവർ ചെസ് പ്ലെയർ എന്ന് പറയുന്നത്. ബോബി ഫിഷർ ഈസ് എ US സിറ്റിസൺ. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവരൊക്കെയായിരുന്നു ചെസ്സിലെ സൂപ്പർ പവേഴ്സ്. പക്ഷെ നൗ ദാറ്റ് പവർ is shifting to Asia. Now, 2 Asian players are playing each other for winning the world chess title. അത് ഒരു ഹിസ്റ്ററിയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ 2 ഏഷ്യൻ പ്ലേയേഴ്സ്, ചൈനയും ഇന്ത്യയും. രണ്ടാമത്തെ കാര്യം, വേൾഡ് ചെസ് റാങ്കിങ്ങിൽ മെയിലിൽ ഇന്ത്യ 2nd പ്ലേസിലും ചൈന 3rd പ്ലേസിലുമാണ്. അപ്പം നമ്മൾ ഏഷ്യക്കാർ അത്രയും അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കി. ഇനി ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ചൈന 1st പ്ലേസിലും ഇന്ത്യ 2nd പ്ലേസിലുമാണ്. ഇപ്പോഴത്തെ ചെസ് ഒളിമ്പ്യാഡിൽ മെയിലിലും ഫീമെയിലിലും ഗോൾഡ് മെഡൽ നേടിയത് ഇന്ത്യയാണ്. അപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ്, ഏഷ്യ, ഈസ് മേക്കിംഗ് ബിഗ് സ്ട്രൈഡ്സ് ഇൻ ചെസ് ആൻഡ് ഓൾസോ ഗെയിനിങ് ബിഗ് പോപ്പുലാരിറ്റി ഫോർ ദിസ് ഗെയിം എമംഗ് ദ പോപ്പുലേഷൻ ഓഫ് ഏഷ്യ, എസ്പെഷ്യലി ചൈന, ഇന്ത്യ, അതുപോലുള്ള രാജ്യങ്ങൾ. ആൻഡ് സം ഫാസിനേറ്റിംഗ് ടാലൻസ് ആർ ഓൾസോ കമ്മിങ് ഔട്ട് ഓഫ് ഓൾ ദീസ് നേഷൻസ്. അപ്പൊ ഇതൊക്കെ ഇപ്പോഴത്തെ അതിന്റെ പ്രത്യേകതയാണ്. പിന്നെ എല്ലാവരും കരുതുന്ന ഡിംഗ്ലറൻ ഈസ് ആൻ അണ്ടർ ഡോഗ് എന്നാണ്. കാര്യം ഡിംഗ്ലറൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഹി ഓപ്പൺലി അഡ്മിറ്റഡ് ദാറ്റ് റീസെന്റ് ഇൻ ആൻ ഇന്റർവ്യൂ, ആൻഡ് ഹി
faced a lot of setbacks. He was defeated in a lot of games, even in the chess Olympiad also. അപ്പോൾ ഗുകേഷ് വാസ് ആൻ ഓവർവെൽമിംഗ് ഫേവറേറ്റ്. പക്ഷേ സ്പോർട്സിലൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഗുകേഷ് ഫസ്റ്റ് മാച്ച് എക്സ്പെക്റ്റഡ്ലി തോറ്റുപോയി. പക്ഷേ ഹി കെയിം ബാക്ക്. ഇപ്പോൾ 1.5 എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ രണ്ടുപേരും നിൽക്കുന്നത്. 1.5 പോയിന്റ് ഇത് രണ്ടുപേരൊക്കെ ഉണ്ട്. ഇനി 11 മാച്ചും കൂടെ ഉണ്ട്. മൊത്തം 14 മാച്ചാണ്, 3 കഴിഞ്ഞോളൂ. അപ്പോൾ ആരും ജയിക്കാം. എക്സൈറ്റിംഗ് ചെസ് ആണ് നമ്മളുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഡിറ്റോറിയലുണ്ട്. നേരത്തെ പറഞ്ഞ എഡിറ്റോറിയൽ ഞാൻ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എഡിറ്റോറിയൽ എല്ലാം ഉള്ളതാണ് പറഞ്ഞത്. പിന്നെ ഈ ആർട്ടിക്കിള് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. വായിക്കാൻ രസമൊക്കെ ഉണ്ട്, അതിനപ്പുറം വായിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ആംഡ് ഇൻസറക്ഷൻ ടു പാർലമെന്ററി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് ആക്ച്വലി എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് മൂവ്മെന്റുകൾ ലോകത്തുണ്ട്. ഇത് മിക്കതും ആംഡ് റെസിസ്റ്റൻസ് ആയിരുന്നു എഗെയിൻസ്റ്റ് എ ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റ്. ആംഡ് റെവല്യൂഷനിൽ കൂടെ ഭരണം പിടിക്കുക, അവരുടെ ആശയം നടപ്പാക്കുക. അതാണ് മിക്കവാറും ചൈനയിൽ ഉൾപ്പെടെ ആണല്ലോ ചെയ്തത് മാവോയുടെയൊക്കെ നേതൃത്വത്തിൽ. റഷ്യ, USSRലൊക്കെ അത് തന്നെ നടന്നത്. പക്ഷേ ഇപ്പൊ അതിനൊരു ഗ്രാജുവൽ ചേഞ്ച് സംഭവിക്കുന്നത്. അത് 3 രാജ്യങ്ങളുടെ എക്സാമ്പിൾ അത് എടുത്തേക്കുന്നത്. ഒന്ന് ശ്രീലങ്ക, വേറെ ഒന്ന് നേപ്പാൾ. ഇത് 2 ഇന്ത്യയുടെ ബൗണ്ടറിലുള്ള രാജ്യങ്ങളാണ്. മൂന്നാമത്തത് എൽ സാൽവദോർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള ഒരു കൺട്രി ഉണ്ട്, സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവദോർ ആണെങ്കിൽ ഇവിടെ എഴുതില്ല, എൽ സാൽവദോർ. ഈ 3 രാജ്യങ്ങളുടെ എക്സാമ്പിൾ അത് പറഞ്ഞേക്കുന്നത്. ഈ 3 രാജ്യങ്ങളിലും ഈ മാവോയിസ്റ്റ് ഐഡിയോളജീസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റ് ഐഡിയോളജീസ് ഫോളോ ചെയ്തുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെതിരെ ആംഡ് സ്ട്രഗിൾസ് നയിച്ച ഓർഗനൈസേഷൻസ് പതുക്കെ ആ ഒരു പാത്തിൽ നിന്ന് പിന്മാറുകയും ഡെമോക്രസിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പിന്നീട് ആ രാജ്യങ്ങളിലെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീലങ്കയിൽ അനുര കുമാര ദിസനായകെ എന്ന് പറയുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് അവിടുത്തെ ആംഡ് സ്ട്രഗിളിൽ എൻഗേജ് ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന പാർട്ടിയുടെ ലീഡറാണ്. നൗ ഹീസ് എ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ലീഡർ. 70s 80s ഒക്കെ അവിടുത്തെ ഗവൺമെന്റിന്റെ പട്ടാളത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആംഡ് സ്ട്രഗിൾസ് നയിച്ചവരാണ്. ഇനി നേപ്പാള് ഏതാണ്ട് 2000 വരെയൊക്കെ ഒരു മൊണാർക്കി ആയിരുന്നു നേപ്പാൾ ഭരിച്ചിരുന്ന രാജാവായിരുന്നു. ആ മൊണാർക്കിക്കെതിരെ നേപ്പാളിൽ മാവോയിസ്റ്റുകൾ ഭയങ്കര വലിയ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയും 96 തൊട്ട് ഏതാണ്ട് 2006 വരെ 10 years വരെ അത് നീണ്ടു നിൽക്കുകയും അവിടുത്തെ രാജഭരണകൂടത്തിന് അവരെ ഓവർത്രോ ചെയ്യുകയും അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുവരെ ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. വേൾഡ്സ് only one Hindu nation was Nepal, but now it is a secular nation. There is no Hindu nation in the world. ഹിന്ദു ഒഫീഷ്യൽ റിലിജിയൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നേഷനും വേൾഡിൽ ഇല്ലാതായത് ഈ പറഞ്ഞ മൂവ്മെന്റിൽ അവിടുത്തെ രാജാവ് പുറത്തായപ്പോഴാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? നേപ്പാളിലെ മാവോയിസ്റ്റുകളും നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ പൊതുധാരയിലേക്ക് വരികയും അവർ ഡെമോക്രാറ്റിക് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നേപ്പാളിനെ ഭരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ KP ശർമ്മ ഒലി എന്ന് പറഞ്ഞ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ, ഹീസ് എ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ആൻഡ് ദ പ്രീവിയസ് പ്രൈം മിനിസ്റ്റർ പ്രചണ്ഡ വാസ് എ Marxist, communist, Maoist. They all shunned violence and they decided to participate in the democratic process and they got elected with the people's support and they are running various governments like El Salvador government, Sri Lankan government. ഈ എൽ സാൽവദോറിൽ ഇതുപോലെ തന്നെ ഒരു ഗറില്ല ഫോഴ്സ് ഉണ്ടായിരുന്നു, FML എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അവരും 90s വരെയൊക്കെ അവിടെ ആംഡ് സ്ട്രഗിളിൽ എൻഗേജ് ചെയ്തിരുന്നിട്ട് UN-ന്റെ യുണൈറ്റഡ് നേഷൻസിന്റെയും US-ന്റെ ഒക്കെ ബാക്കപ്പോട് കൂടി ഒരു പീസ് അഗ്രിമെന്റിൽ എത്തുകയും അവർ പിന്നീട് എൽ സാൽവദോറിന്റെ ഭരണം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനൊക്കെ കാരണം എന്താണ്? കാര്യം എന്ന് വെച്ചാൽ പോപ്പുലർ സപ്പോർട്ടൊന്നും ഒരിക്കലും അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടൊന്നും എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സിന് കിട്ടൂല. അങ്ങനെ അവർ മുമ്പോട്ട് പോയാൽ അവരുടെ ശക്തി പതുക്കെ ക്ഷയിക്കും. അതിനാണ് സാധ്യത. അപ്പൊ നമ്മൾ ഇന്ത്യയിലും ഇന്ത്യയിലെ കാര്യം ഇത് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ബീഹാർ, ജാർഖണ്ഡ് ഒക്കെ പോലുള്ള സ്റ്റേറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് ലെനിനിസ്റ്റുകളും മാവോയിസ്റ്റുകളൊക്കെ ഉണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് CPI-ML എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിയുണ്ട്. CPI-M അല്ലാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പിണറായി വിജയന്റെ ഒക്കെ പാർട്ടി, അതല്ല CPI-ML എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. ഇവന്മാരെല്ലാം വയലൻസ് അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ അവിടെ ബീഹാറിലൊക്കെ MLA-മാരായിട്ട് അവിടെ ഇലക്ട് ചെയ്യപ്പെട്ട് അവിടെ കുറച്ചു കാലം അധികാരത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കാര്യം. പോപ്പുലർ സപ്പോർട്ട് നഷ്ടപ്പെടും.
ഒരു കണ്ടിന്യൂസ് സ്ട്രഗിൾ ഒന്നും ഈ പറഞ്ഞ ആംഡ് റെസിസ്റ്റൻസിന് പോസിബിൾ അല്ല. അത് ആക്ച്വലി ഒരു യുട്ടോപ്യൻ ചിന്താഗതിയാണ്. എപ്പോഴും എല്ലാ ഗവൺമെന്റുകളെയും ഈ ആംഡ് റെസിസ്റ്റൻസിൽ കൂടെ ഓവർത്രോ ചെയ്തിട്ട് അവിടെ ഭരണം പിടിച്ചെടുക്കാമെന്നും പിന്നെ ഒരു അങ്ങനെയൊക്കെ ഒരു കിനാശേരി ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ തോന്നലാണത്. അപ്പൊ അത് മനസ്സിലാക്കാത്തവന്മാരാണ് ഇപ്പോഴും മാവോയിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ഈ ഛത്തീസ്ഗഡിലൊക്കെ കുറച്ച് ആൾക്കാർ, വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരുണ്ട്. അവരിപ്പോ എന്താ അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസ്, എസ്പെഷ്യലി CRPFന്റെ കോബ്ര എന്നൊക്കെ പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. കോബ്ര, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. അവരുടെ വെടിയുണ്ടകൾക്ക് ഇരയായി കോബ്ര എന്ന് പറഞ്ഞൊരു CRPFന്റെ ഒരു ഗ്രൂപ്പാണ്, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. അവരുടെ വെടിയുണ്ടകൾ വാങ്ങി നെഞ്ചരിപ്പയായി ചത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ മോശമായിരിക്കാം, പക്ഷെ അത് ഇത്തരത്തിലുള്ള ആംബിള് ആയിട്ടുള്ള ഈ സംഭവങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പൊതുധാരയിൽ വരട്ടെ, എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ മത്സരിച്ച് അവരുടെ സപ്പോർട്ട് നേടി വോട്ട് നേടി അധികാരത്തിൽ വരട്ടെ, എന്നിട്ട് അവർക്ക് അവരുടെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ബിക്കോസ് പീപ്പിൾ ആർ ഗിവിംഗ് ദം ദ മാൻഡേറ്റ് ടു റൺ ദ കൺട്രി, സോ ദേ ക്യാൻ ഈസിലി ഇംപ്ലിമെന്റ് ഓൾ ദോസ് തിങ്സ്. അതല്ലാതെ പാവപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊല്ലിയൊക്കെ ചെയ്തിട്ടുള്ള റെവല്യൂഷൻ എന്ത് റെവല്യൂഷനാണ്? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ. സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെൻസസ് 2025 ആസ് എ കോംപ്രഹെൻസീവ് സിറ്റിസൺ രജിസ്ട്രി എന്ന് പറയുന്ന സംഭവം. ഇതില് നമുക്ക് ഒരു കാര്യം മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഇന്ത്യയില് NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഓൾറെഡി 2011 സെൻസസ് തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അവസാനം ഇന്ത്യയിൽ സെൻസസ് നടന്നത് 2011 അന്ന് തന്നെ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇനിതാ NRIC എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ വരാൻ പോയാണ്. നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്, NRIC നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. 2025 അടുത്ത വർഷം ഇന്ത്യയിൽ സെൻസസ് നടക്കും. സെൻസസ് നടക്കുന്ന സമയത്ത് NRICയും അപ്ഡേറ്റ് ചെയ്യും എന്നാ പറഞ്ഞത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിന് വേണ്ടിയിട്ട് രേഖകൾ 2011 ശേഖരിച്ചതുപോലെ NRICക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റയും ഇപ്രാവശ്യത്തെ സെൻസസിൽ കളക്ട് ചെയ്യുന്ന പറഞ്ഞത് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. അത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം വേർതിരിച്ച് ഇന്ത്യയിൽ അറിഞ്ഞിട്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തോന്നുന്നു ഇപ്പോഴത്തെ ആധാർ കാർഡ് സിറ്റിസൺഷിപ്പിന്റെ കാർഡല്ലേ? അല്ല, അത് തെറ്റാണ്. നമ്മൾ എല്ലാവരും കരുതി വെച്ചേക്കുന്ന ആധാർ കാർഡ് ഈസ് ഓൺലി ഫോർ ഇന്ത്യൻ സിറ്റിസൺസ് എന്നല്ല, അങ്ങനെ അല്ല. ഇന്ത്യൻ റെസിഡൻസിനാണ് ആധാർ കാർഡ് കൊടുക്കുന്നത്. റെസിഡൻസും സിറ്റിസൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. റെസിഡൻസിൽ സിറ്റിസൺസും കാണും, ഏലിയൻസും കാണും. മനസ്സിലായോ? അപ്പൊ റെസിഡൻസ് ആയിട്ടുള്ള, അതുപോലെ ഫോറിനേഴ്സും കാണും. അപ്പോ ഈ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മളുടെ ആധാർ. അതിവിടെ പറയുന്നുണ്ട്, 12 ഡിജിറ്റ് ഐഡന്റിഫിക്കേഷൻ കാർഡ് ഇവിടെ പറയുന്നുണ്ട്. Aadhaar versus NRIC. A question often raised in this connection is the need for this exercise when the Aadhaar already exists. It is essential to note that the Aadhaar and the NRIC serve distinct purposes. ഇനിയിപ്പം വരാമോണ് NRIC, നാഷണൽ രജിസ്ട്രി ഓഫ് ഇന്ത്യൻ സിറ്റിസൺസും ആധാറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Aadhaar is a 12-digit unique identification number issued by the UIDAI. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, to residents of India regardless of citizenship. സിറ്റിസൺഷിപ്പ് എന്ന പ്രശ്നമല്ല, ഇന്ത്യയുടെ റെസിഡന്റ് ആണ് ഇവർക്ക് കൊടുക്കും. എന്തിനാണ് അത് കൊടുക്കുന്നത്? അതൊരു വെരിഫിക്കേഷൻ ടൂളാണ്. നമ്മളെ വേരിയസ് സർവീസസുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ബാങ്കിങ്, സബ്സിഡീസ്, ഡിജിറ്റൽ ഐഡന്റിറ്റി, ഇതിന്റെയൊക്കെ ഒരു ഐഡന്റിറ്റി പ്രൂഫായിട്ട്, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആയിട്ട് മാത്രം സെർവ് ചെയ്യാനുള്ള ഇന്ത്യൻ റെസിഡൻസിന് റിഗാർഡ്ലെസ് ഓഫ് സിറ്റിസൺ ഓർ ഏലിയൻ ഓർ ഫോറിനർ ആർക്കാണെങ്കിലും ആധാർ കൊടുക്കാം. പക്ഷേ NRIC aims to establish a comprehensive citizen registry. NRIC will be given to only the citizens of India. മനസ്സിലായോ? While Aadhaar is focused on identity verification and can be held by any resident, NRIC is a citizenship verification system. ആധാർ ആർക്കും ഹോൾഡ് ചെയ്യാം, റെസിഡന്റ് ആയിട്ടുള്ളവർക്ക്. പക്ഷെ NRIC ഒരു സിറ്റിസന് മാത്രമേ കൊടുക്കുള്ളൂ. ഇതിന് സമാനമായിട്ടുള്ള എക്സർസൈസ് ആസാമിൽ മാത്രം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആസാമിൽ NRC നടപ്പാക്കി. NRIC അല്ല, NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. അത് ആസാം അക്കോർഡ് എന്നും പറഞ്ഞ്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. ആസാം അക്കോർഡൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അത് ഇല്ലീഗലായിട്ട് ബംഗ്ലാദേശികളൊക്കെ 1971 ബംഗ്ലാദേശ് വാർ ഉണ്ടായ സമയത്ത് ആസാമിലേക്ക് വന്നു. That affected the demographic situation of Assam, and Assam students started strong agitation against the influx of illegal Bangladeshi migrants into Assam.
അപ്പോൾ അന്ന് രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് 85-ലോ മറ്റോ ഉണ്ടാക്കിയാണ് അസാം അക്കോർഡ് എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് NRC, ഇല്ലീഗൽ ഇമിഗ്രൻസ് ടു അസാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് NRC നടത്തിയത്. അതിൽ കുറെ ഫ്ലാസ് ഒക്കെ ഉണ്ടായി, കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി. ആ മിസ്റ്റേക്സ് NRIC നടപ്പാക്കും. അത് ഇന്ത്യൻ സിറ്റിസൺസിന് എല്ലാവർക്കും ഉള്ള, നമുക്ക് എല്ലാവർക്കും NRICയുടെ കാർഡ് കിട്ടും ഫ്യൂച്ചറിൽ, നമ്മളെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആയതുകൊണ്ട്. അത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഈ ആസാം അക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ് നടപ്പാക്കിയ NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ മിസ്റ്റേക്സ് ഈ പറഞ്ഞ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഈ പറഞ്ഞ NRICയിൽ ഉണ്ടാവാതിരിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇത് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അറിഞ്ഞൂടാത്തൊരു കാര്യമായിരിക്കും ഇപ്പൊ പറഞ്ഞത്, ആധാറും ഇതുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ വിക്കിപീഡിയയും ANI ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചൊക്കെ ഇവിടെ രാത്രി അത് വായിച്ചു നോക്കാം നിങ്ങളത്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വലിയ ആവശ്യമൊന്നുമില്ല. ANI എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ന്യൂസ് ഏജൻസിയാണ്. അവർ ഗവൺമെന്റിന്റെ ഒരു പ്രൊപ്പഗണ്ട ടൂളായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിക്കിപീഡിയയിൽ ഒരു പേജിൽ എഴുതി വന്നു. അത് സത്യത്തിൽ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസിയാണ് അവർ. അപ്പം അങ്ങനെ ഒരു പ്രൊപ്പഗണ്ട ടൂളാണെന്ന് എഴുതി വന്നപ്പോൾ അതങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷേ വിക്കിപീഡിയ പോലുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അകത്ത് അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഒരു ഡിഫമേഷൻ സ്യൂട്ട് കൊടുത്തു ഡൽഹി ഹൈക്കോർട്ടിൽ ANI, അപകീർത്തി കേസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വിക്കിപീഡിയ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം ഡൽഹി ഹൈക്കോർട്ട് ANIക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിനെക്കുറിച്ചാണ് ഇല്ലാത്തത്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ആർമീസ് മേക്കിംഗ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ ഇംപ്ലിമെന്റിംഗ് സെറ്റിൽമെന്റ് ചൈന. അതെന്താണ് സെറ്റിൽമെന്റ് എന്ന് അറിയാമല്ലോ. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. ലാസ്റ്റ് വീക്ക് അല്ല, ഒരു 2 weeks ബാക്ക് റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ച് ബ്രിക്സ് സമ്മിറ്റ് നടന്നപ്പോൾ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് ആൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി agreed to withdraw forces from some parts of Ladakh. 2020-ൽ കോവിഡിന്റെ സമയത്ത് ചൈന ഇല്ലീഗലി entered into some parts of India, ലഡാക്കിൽ ഈ ഇവിടെയൊക്കെ ഡെപ്സാങ്, ഡെംചോക്ക് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ. സോ ചൈന agreed for disengagement from those places and that disengagement process is going on smoothly. അത് ഇന്നലെ ചൈനയുടെ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ഉള്ളൊരു ന്യൂസാണ്. പിന്നെ ഇന്ത്യയിലൊരു ഫേമസ് ഹിസ്റ്റോറിയൻ, എക്കണോമിക് ഹിസ്റ്റോറിയൻ അമിയ കുമാർ ബാഗ്ചി മരിച്ചുപോയി. പുള്ളിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ജസ്റ്റ് അറിഞ്ഞിരുന്നത്. അമിയ കുമാർ ബാഗ്ചി എക്കണോമിക് ഹിസ്റ്റോറിയൻ, പാസ്ഡ് അവേ. അത്രയാണ് ആ പേജ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട് മൻമോഹൻ റെക്കമെൻഡഡ് ആസ് SC ജഡ്ജ്. അത് നമുക്ക് കാണാൻ പഠിക്കേണ്ട, വെറുതെ ഒരു കാര്യം പറയാൻ വന്നതാണ്. കൊളീജിയം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കൊളീജിയം സുപ്രീം കോർട്ടിലെ കൊളീജിയം സിസ്റ്റം ആണ് ഇന്ത്യയിലെ സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർ റെക്കമെൻഡ് ചെയ്യുന്നതും ഹൈക്കോടതികളിലെ ജഡ്ജിമാർ റെക്കമെൻഡ് ചെയ്യുന്നതും. അപ്പൊ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതും കൊളീജിയം ആണ്. കൊളീജിയം ഈസ് എ ഗ്രൂപ്പ് ഓഫ് 5 member judges from the Supreme Court of India. Senior most ജഡ്ജസ് സുപ്രീം കോടതിയിൽ 5 പേര് ചേർന്നാണ് കൊളീജിയം, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ദേ യൂസ് ടു റെക്കമെൻഡ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ജഡ്ജസ് ഓഫ് വേരിയസ് ഹൈക്കോർട്ട്സ് ഓഫ് ഇന്ത്യ. അപ്പം അത് റെക്കമെൻഡ് തന്നെ ചെയ്യാനേ അവർക്ക് പറ്റൂ. അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ പ്രസിഡന്റ് ആണ്. അപ്പോ ഇന്ത്യയിലെ സുപ്രീം കോർട്ടിലെ ടോട്ടൽ ജഡ്ജിമാരുടെ എണ്ണം 34 ആണ്. അത് പഠിച്ചു വെച്ചേക്കണം. റീസെന്റ് ആണ് 34 ആയിട്ട് കൂട്ടി. മുമ്പ് 32 ആയിരുന്നു, ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നൗ ഇറ്റ് ഈസ് 34. ആൻഡ് eligibility criteria for becoming the chief justice of Supreme Court judges. Eligibility criteria for becoming Supreme Court judges എന്താണ്? ഏതെങ്കിലും ഇന്ത്യൻ ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജി ആയിട്ടിരിക്കുക. ഏതെങ്കിലും ഇന്ത്യൻ ഹൈക്കോർട്ടിൽ 5 വർഷം ജഡ്ജി ആയിട്ടിരിക്കുക മിനിമം. ഓർ സുപ്രീം കോടതിയിൽ, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സുപ്രീം കോടതിയിൽ മിനിമം 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നാണ് എൻ്റെ ഓർമ്മ. ചെക്ക് ചെയ്തോളൂ. പിന്നെ ലോക്സഭ എക്സ്റ്റൻസ് ടെന്യൂർ ഓഫ് വഖഫ് JPC എന്ന് ഞാൻ പറഞ്ഞാണ്. വഖഫ് ആക്ട്, വഖഫ് അമെൻമെന്റ് ബില്ല് കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഹെഡ് ജഗദാംബിക പാലാണ്. അവരുടെ ആ ഒരു ഇത് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കുറച്ച് ദിവസം കൂടെ.
ജഗദീപ് ധൻകർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആൻഡ് രാജ്യസഭാ ചെയർമാൻ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ കാണാം. ജഗദീപ് ധൻകർ ഈസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഹി ഈസ് ദ വൈസ് ചെയർമാൻ ഓഫ് രാജ്യസഭ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. രാജ്യസഭയുടെ ചെയർമാനുമാണ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യ ടെസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് അറൌണ്ട് 3500 കിലോമീറ്റർ. 3500 കിലോമീറ്റർ റേഞ്ച് ഉള്ള SLBM ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്തു. SLBM, വാട്ട് ഈസ് SLBM? സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. സബ്മറൈൻസിൽ നിന്ന്, കടലിന്റെ അടിയിലുള്ള സബ്മറൈൻസിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യയുടെ INS Arigat. This is a nuclear capable submarine of India. INS Arigat എന്ന് പറയുന്നത് INS Arigat ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ആണ്. INS Arigat അത് ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത സബ്മറൈൻ ആണ്. ഇതിൽ നിന്നാണ് അന്തർവാഹിനി, വെള്ളത്തിന്റെ അടിയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ ന്യൂക്ലിയർ ട്രയാഡ് ഉള്ള ലോകത്തിലെ 3 or 4 രാജ്യങ്ങളിൽ ഒരെണ്ണമാണ് ഇന്ത്യ. വാട്ട് ഈസ് ന്യൂക്ലിയർ ട്രയാഡ്? ന്യൂക്ലിയർ ട്രയാഡ് മീൻസ് ആർമി, നേവി, എയർഫോഴ്സ്, എവറി വൺ ക്യാൻ ഫയർ ന്യൂക്ലിയർ വെപ്പൺസ്. അതായത് ചില രാജ്യങ്ങൾക്ക് ആർമിക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കാണും, ചില രാജ്യങ്ങൾക്ക് ആർമിക്കും എയർഫോഴ്സിനും കാണും. പക്ഷെ ആർമിക്ക്, എയർഫോഴ്സിനും, നേവിക്കും ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഉള്ള രാജ്യങ്ങൾ 3-4 രാജ്യങ്ങളെ വേൾഡിലുള്ളൂ. ആ സെലക്ട് ഗ്രൂപ്പിലേക്ക് ഇന്ത്യയും പോയി. കാര്യം ഈ ഇന്നലത്തെ 3500 കിലോമീറ്റർ ഉള്ള SLBM എന്ന് പറഞ്ഞത് K4 എന്ന മിസൈലിന്റെ പേര്. SLBM എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഗ്രൂപ്പിന്റെ പേരാണ്. സബ്മറൈൻസ് ഇത് ലോഞ്ച് ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യം ലോഞ്ച് ചെയ്തതിന്റെ പേര് SLBM എന്നായിരിക്കും. ഇന്ത്യയുടെ SLBMന്റെ പേരാണ് K4. അതാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. In Busan, India says it will not back use of plastic alternatives. Busan, സൗത്ത് കൊറിയയിലാണ് ബുസാൻ. ഞാൻ പറഞ്ഞു, സൗത്ത് കൊറിയയിലെ ബുസാനിൽ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നുള്ള ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഓൾറെഡി 2022 ബാൻ ചെയ്ത രാജ്യമാണ് ഇന്ത്യ. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ആ രാജ്യമായി ഇന്ത്യ പക്ഷെ ഇന്നലെ നിലപാടെടുത്തു. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറ്റൂലെന്ന്. പക്ഷെ അത് അങ്ങനെ ഇന്ത്യ ഒരു നിലപാട് എടുക്കേണ്ടതല്ല. കാര്യം 2022 ഇന്ത്യ തന്നെ പ്ലാസ്റ്റിക് ബാൻ ചെയ്താണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ ലാംഗ്വേജ് അത്ര ശരിയല്ലായിരുന്നു. അതായത് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തോളണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ രാജ്യങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് UN-ന്റെ ഈ ഒരു മീറ്റിംഗിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ വേർഡിങ്സ് ഉണ്ട്. ആ വേർഡിങ്സ് ഇന്ത്യക്ക് ഇഷ്ടപ്പെടാതിട്ടാണ്. കാര്യം അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള അവകാശം ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. അതൊരു കൺസൾട്ടേഷന്റെ ബേസിൽ വരുന്ന നെഗോഷിയേഷൻസിന്റെ അടിസ്ഥാനത്തിൽ റീച്ച് ചെയ്യുന്ന കൺസെൻസസ് ആണ്. ആ കൺസെൻസസിലെ വേർഡുകൾ പോലും സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇന്ത്യ നിലപാട് മയപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ മീറ്റിംഗിന് അറിയപ്പെടുന്നത് ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി 5th മീറ്റിംഗ് എന്നാണ്. INC5 മീറ്റിംഗ് ബുസാനില്. പിന്നെ ഇന്നലെ 30th നാഷണൽ സീഡ് കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുക. 30th നാഷണൽ സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തുകൾ, ഫാമേഴ്സിന് വേണ്ട വിത്തുകൾ. 30th നാഷണൽ സീഡ് കോൺഗ്രസ്. ഈ വിത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരുപാട് ഹൈബ്രിഡ് വിത്തുകളും എൻവയോൺമെന്റ് റെസിലിയൻസ് ഉള്ള വിത്തുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യ. ഈ നമ്മളെ എൻവയോൺമെന്റൽ കലാമിറ്റീസിനെയൊക്കെ നേരിടാൻ കപ്പാസിറ്റി ഉള്ള. ഇന്ത്യയുടെ അഗ്രികൾച്ചർ മിനിസ്ട്രി ആരാ ഹാൻഡിൽ ചെയ്യുന്ന? ശിവരാജ് സിംഗ് ചൗഹാൻ ഈസ് ദ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 30th നാഷണൽ സീഡ് കോൺഗ്രസ് നടക്കുന്നത്. എവിടെയാണ് നടന്നിരിക്കുന്നത്? വാരണാസിയിലാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വാരണാസി. അവിടെയാണ് 30th നാഷണൽ സീഡ് കോൺഗ്രസ് നടക്കുന്നത്. UGC ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ജഗദീഷ് കുമാർ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജഗദീഷ് കുമാർ. ഇനി അടുത്ത പേജിൽ പോകുമ്പം അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകൾ കാണാം. അദാനി ഗ്രൂപ്പിന് കംപ്ലീറ്റ് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലും UAE-യും. ഇന്ന് ഇതിൽ ഇസ്രായേലിന്റെ കാര്യം കൊടുത്തിട്ടുള്ളൂ. ഇസ്രായേല് പറഞ്ഞേക്കുന്ന അദാനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഒരു നടപടിയും വരാൻ പോകുന്നില്ല. ഈവൻ നടപടി വന്നാൽ പോലും പെനാൽറ്റിയൊക്കെ അടച്ചാൽ മതി. അതുകൊണ്ട് അത് വലിയ വിഷയമല്ലെന്നാണ്. അതാണ് സത്യവും. ഇവിടെ ചുമ്മാ ഒരു ഹൈപ്പ് കൊടുക്കുകയാണ്. ഈ അദാനി ഗ്രൂപ്പ് തകർന്നു കാണണമെന്ന് കുറെ പേർക്ക് വലിയ ആഗ്രഹമാണ്. മോഡിയായിട്ടുള്ള എന്തോ ബന്ധമുണ്ടെന്ന് പേരിൽ അദാനി തകർന്നാൽ മോഡി തകരുമെന്നൊക്കെയാണ് ഇവിടെ പലരും വിശ്വസിക്കുന്നത്. പക്ഷെ അദാനി തകർന്നാൽ ഇന്ത്യയാണ് തകരാൻ പോകുന്നത്, ഇന്ത്യയുടെ എക്കോണമി. ബിക്കോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ അദാനിയാണ്. അത് തകർന്നാൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിരിക്കും. പക്ഷെ തകരൂല. വളരെ ഇപ്പോഴത്തെ ഇതനുസരിച്ചാണ്. ഇനി ഭാവിയിൽ അവർ വല്ല മിസ്റ്റേക്കും കാണിച്ചാലേ തകരാൻ പോകുന്നുള്ളൂ. കാര്യം അവരുടെ ഗ്രൂപ്പിന്റെ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് അവർ സെബിയിൽ ഇപ്പൊ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ വായിച്ചു നോക്കി. അവർ വളരെ എക്കണോമിക് ഫണ്ടമെന്റൽസ് ഉള്ള ഒരു കമ്പനിയാണ്. അവർക്ക് ഒരുപാട് ക്യാഷ് റിസർവ് തന്നെ അവരുടെ കയ്യിലുണ്ട്.
ഇനി വരുന്ന 1-2 വർഷത്തേക്ക് അവരുടെ ഡെറ്റ് കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ള ഡെറ്റ് സർവീസ് ചെയ്യാനുള്ള ഫണ്ടും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ UAE അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നോക്കിയോ, ട്രംപ് വരുമ്പോ ഈ കേസ്, ട്രംപിന് അതിനുള്ള പ്രസിഡൻഷ്യൽ പവർ ഉണ്ട് ഈ കേസ് എടുത്ത് കളയാനുള്ള കാര്യം. ട്രംപ് വന്നപ്പോ $10 ബില്യൺ 80,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് US നടത്തുന്ന അദാനി ഡിക്ലെയർ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസമാണ് ഈ കേസ് വെളി വരുന്നത്. കാര്യം അദാനി ട്രംപിനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. അതിന്റെ ഒരു കെറവും കൂടെ കൊണ്ട് അദാനിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സോറോസിന്റെ ഗ്രൂപ്പ്, ജോർജ് സോറോസിന്റെ ഗ്രൂപ്പ്. അയാളുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഇവർക്ക് മുകളിലുണ്ട്. ഇപ്പോഴത്തെ ജോയ് ബൈഡന്റെ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള അമേരിക്കൻ ലീഡർഷിപ്പിന്റെ മുകളിൽ അവരുടെയും കൂടെ ഒരു കോൺസ്പിറൻസി ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അതിന്റെ ടൈമിങ്ങിനെ പലരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ US $10 ബില്യൺ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുമെന്ന് ഇങ്ങേര് പറയുന്നു. അതിന്റെ പത്ര റിപ്പോർട്ടുണ്ട്, അത് ഹിന്ദുവിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഗൂഗിളിൽ ഇപ്പൊ കയറി സെർച്ച് ചെയ്ത് നോക്കിയോ. അത് എന്നിട്ട് ട്രംപിനെ കൺഗ്രാലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേയിലാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും ട്രംപ് അധികാരത്തിൽ കേസ് മിക്കവാറും സ്ക്രാപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, സെൻസെക്സിന്റെ കാര്യം, ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് സെൻസെക്സ്, അതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഹസീന സ്ലാംസ് യൂനിസ് ഗവൺമെന്റ് സീക്സ് റിലീസ് ഓഫ് ഹിസ്, അത് നമ്മൾ പറഞ്ഞാണ്. വൈ നെതന്യാഹു അക്സെപ്റ്റഡ് എ സീസ് ഫയർ വിത്ത് ഹിസ്ബുള്ള, അത് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് ഈ ഇതില്. ഹിസ്ബുള്ള അറിയാമല്ലോ, ലെബനനിലെ മിലിഷ്യ ഓർഗനൈസേഷനാണ്. അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. പക്ഷെ ആ യുദ്ധം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു തൽക്കാലത്തേക്ക്. സദേൺ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള വിത്ഡ്രോ ചെയ്യുക, സദേൺ ലെബനന് സെക്യൂരിറ്റി, ലെബനനിലെ പട്ടാളം ഏറ്റെടുക്കുക, അതൊക്കെയാണ് അതിൽ അവർ വച്ചിരുന്ന ഉപാധികൾ. അത് അംഗീകരിച്ചുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ UK ഹൗസ് ഓഫ് കോമൺസ് ടു വോട്ട് ഓൺ അസിസ്റ്റഡ് ഡൈയിങ്. വാട്ട് ഈസ് ഹൗസ് ഓഫ് കോമൺസ്? House of Commons is the lower house of UK. India adopted, India's constitution is a borrowed one that you know very well. And India borrowed the idea of parliamentary system from Britain. So like India's bicameral system, Lok Sabha and Rajya Sabha, UK also having 2 houses, House of Commons and House of Lords. House of Commons is the lower house like Lok Sabha in India. And to Indian Lok Sabha, our representatives will be elected by the people of India. അല്ലേ, നമ്മളെ ട്രിവാൻഡ്രത്ത് ശശി തരൂരിനെ ഇലക്ട് ചെയ്ത പോലെ ലോക്സഭയിലേക്ക്. ലൈക്ക് വൈസ് ഈ ഹൗസ് ഓഫ് കോമൺസിലേക്ക് അവിടുത്തെ ആൾക്കാരാണ്. അപ്പൊ ഇന്ത്യൻ ലോക്സഭയ്ക്ക് ഇക്വലന്റാ UK ഹൗസ് ഓഫ് കോമൺസ്. അവര് അസിസ്റ്റഡ് ഡൈയിങ്ങിനുള്ള ഒരു ബില്ല് ഇപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ അസിസ്റ്റഡ് ഡൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു മരിക്കാറായ ഒരാള്, ചിലപ്പോൾ അയാൾക്ക് ബോധമൊക്കെ കാണും, അയാൾ ഡോക്ടറിന്റെ സഹായത്തോടെ മരിക്കാനുള്ള സഹായം തേടുന്നു, ദയാവധം. പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. UK ഓൾറെഡി യൂത്തനേഷ്യ അലൗഡ് ആണ്, അല്ലെങ്കിൽ മെഴ്സി കില്ലിങ്. പക്ഷേ പാസീവ് യൂത്തനേഷ്യ ആൻഡ് ആക്റ്റീവ് യൂത്തനേഷ്യ 2 എണ്ണം ഉണ്ട്. ലോകത്ത് ഒരു രാജ്യത്തും ആക്റ്റീവ് യൂത്തനേഷ്യ അലൗഡ് അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഞാൻ സെർച്ച് ചെയ്യാതെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. പാസീവ് യൂത്തനേഷ്യ ഈസ് അലൗഡ് ഇൻ മെനി നേഷൻസ്, എസ്പെഷ്യലി യൂറോപ്യൻ നേഷൻസ് ആൻഡ് USA. പക്ഷേ ഇന്ത്യയിലും പാസീവ് യൂത്തനേഷ്യ അലോ ചെയ്യാൻ സുപ്രീം കോടതിയുടെ അനുമതിയുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് അതിലൊരു നിയമം കൊണ്ടുവന്നാൽ മതി. ആക്റ്റീവ് യൂത്തനേഷ്യ ഈസ് നോട്ട് അലൗഡ് എനിവെയർ ഇൻ ദ വേൾഡ്. പക്ഷെ ദിസ് ഈസ് എ ഫോം ഓഫ് ആക്റ്റീവ് യൂത്തനേഷ്യ. അതുകൊണ്ട് തന്നെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചെസ്, ഗുഗേഷ് ഡിംഗ്ലറൻ. ബാക്കി സ്പോർട്സിൽ മുഷ്താഖ് അലി ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു. മുഷ്താഖ് അലി ട്രോഫി എന്താണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് T20 ചാമ്പ്യൻഷിപ്പ്. സയ്യദ് മോഡി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് സയ്യദ് മോഡി. സയ്യദ് മോഡി വാസ് എ ബാഡ്മിന്റൺ പ്ലെയർ ഇൻ ഇന്ത്യ. He died in 1980s or 1990s. എക്സാക്ട് ഇയർ എനിക്ക് ഓർമ്മയില്ല. 1990s മരിച്ചത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.